ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം വരണത്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. ആരും ബോട്ട് കയറി പാടുന്നത്. പിന്നെ ലേലം വിളിക്കാൻ വന്നവർ റെഡി കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. പുറം കടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. അതെ, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്ന ഒന്നുമില്ലേ? വെച്ചെന്നിട്ട് അലക്കാൻ പറ്റില്ല. ഇത്തിരി ചോറ് തരും. കൊള്ളാം. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചപ്പാത്തിക്ക് അച്ചാറാ? ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ലേ? ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലമില്ല. ബായി കുറച്ച് ചാറ് തരോ? ചാർ? ആ ചാർ. പിന്നെ ഇതാണ്. ഇതെന്താണോ? അപ്പൊ പോവാല്ലേ? അയ്യോ, എടപ്പിലി സ്റ്റോപ്പിലിട്ടാ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. അങ്ങാട്ടി ചെന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ. ഒരാള് മനങ്ങരുത്. പള്ളി പെരുന്നാൾക്ക് കളിത്തോക്കല്ല ഇത്. കാണണോ പവറ്? ഈ കിടക്കണത് ആരാണെന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ്. ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും. ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. മുതലാളി ആഗസ്റ്റ് 15 പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. പടക്കം കിട്ടിട്ട് പട്ടി അണ്ണാക്കിലിട്ട് പൊട്ടിക്കാനാ? പടക്കല്ല പണ്ടേ പതക്കം.